Hi friends, Computer and Mobile Tips YouTube channel പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്രാക്ക് സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. നിങ്ങൾ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മളൊരു കമ്പ്യൂട്ടറോ മൊബൈലോ വാങ്ങിയാൽ അതിലുള്ള സോഫ്റ്റ്വെയറുകളോ ആപ്ലിക്കേഷനോ അല്ലാതെ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനുകളും ഒക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകളും പെയ്ഡ് ആപ്ലിക്കേഷനുകളോ സോഫ്റ്റ്വെയറുകളോ ആയിരിക്കും. അതായത് നമുക്കൊരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ ട്രയൽ വേർഷനിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെയ്ഡ് വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതിനൊരു കീ നമ്മൾ വാങ്ങണം. ഒരു ആക്ടിവേഷൻ കീ നമുക്ക് അതായത് സോഫ്റ്റ്വെയറുകളുടെ കമ്പനികളിൽ നിന്നും വാങ്ങിയെങ്കിൽ മാത്രമേ, പണം കൊടുത്ത് വാങ്ങിയെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടു, അത് ഉപയോഗിക്കണം, എന്നാൽ നമുക്കത് വാങ്ങാനുള്ള പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ക്രാക്ക് സോഫ്റ്റ്വെയർ. ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അതിന്റെ ക്രാക്ക് വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. മുമ്പൊക്കെ ഏതെങ്കിലും ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ഒരു വ്യക്തി വാങ്ങിയതിനു ശേഷം അതിന്റെ കീ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അവരുടെ കമ്പ്യൂട്ടറിൽ ആ സോഫ്റ്റ്വെയർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ സാധിക്കത്തില്ല. ഇപ്പോൾ ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കീ ഒരു സോഫ്റ്റ്വെയറിന്റെ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓൺലൈനായിട്ടായിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ട് ആ ഒരു കീ വാങ്ങിയതിനു ശേഷം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. മറ്റൊരാൾ നമ്മളുടെ പ്രൊഡക്റ്റ് കീ അവരുടെ സോഫ്റ്റ്വെയറിൽ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്കൊരു മെസ്സേജ് ലഭിക്കും, ഇതേ കീ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ ആക്ടിവേറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നതുകൊണ്ട് ആളുകൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പെയ്ഡ് സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അതിന്റെ അൽഗോരിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങി. ഇതിനെയാണ് ക്രാക്കിംഗ്, പാച്ചിങ്, കീജൻ എന്നൊക്കെ പറയുന്നത്. അതായത് ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഹാക്കർ ആ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തി അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത് നമുക്ക് നൽകുന്നു. അതിനാണ് ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി കീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്നിലധികം കീ ജനറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആയിരിക്കും കീജൻ. നമ്മളൊരു സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തു, അതിന്റെ ആക്ടിവേഷൻ കീ ജനറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം കീസ് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നമ്മൾക്ക് വേണ്ട സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സോഫ്റ്റ്വെയർ ആക്ടിവേറ്റ് ആകും. ഇതിന് കീജൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് പാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അതായത് ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ആക്ടിവേറ്റ് ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആ കമ്പ്യൂട്ടറിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടിവേഷൻ കീ ഉപയോഗിച്ചാണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നതെന്ന് ഈ കമ്പനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അഥന്റിക്കേഷൻ മെക്കാനിസം ഉണ്ട്. പാച്ചിങ്ങിലൂടെ ഈ ഒരു മെക്കാനിസം അങ്ങ് ഡിസേബിൾ ചെയ്യും. പിന്നീട് കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറിന് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതികൾ ഹാക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് സോഫ്റ്റ്വെയറുകൾ ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷയം ഇതല്ല. ക്രാക്ക് ചെയ്ത സോഫ്റ്റ്വെയറുകൾ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ക്രാക്ക് ചെയ്ത ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ നമ്മൾ ഇതേപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ കറക്റ്റ് ആയിട്ടുള്ള ലിങ്കിൽ നിന്നല്ല ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഫയൽ. അതിന് പകരം 9 സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആകും. അപ്പോൾ ഇതിലൂടെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നം, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ക്രാക്ക് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലവണ്ണം പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്കേഴ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള പ്രോഗ്രാമേഴ്സോ ഹാക്കേഴ്സോ ഇതിൽ ഏതെങ്കിലും മാലിഷ്യസ് ആയിട്ടുള്ള കോഡുകൾ ഈ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ ഡിലീറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ ഹാക്ക് ചെയ്യപ്പെടാം. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബ്രൗസറുകളിൽ അതിപ്പോൾ ഒപ്പേര ആയിക്കോട്ടെ, ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ബ്രൗസറുകളിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ യാഹൂ, ബിങ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇതല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെയുള്ള ക്രാക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ
തന്നെ നമ്മളുടെ ഡീഫോൾട്ട് സെർച്ച് എഞ്ചിൻ തന്നെ ബ്രൗസറുകളിൽ നിന്ന് മാറുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പിന്നീട് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ യാഹൂ ഒന്നും ആക്കാൻ പോലും പറ്റത്തില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബ്രൗസറിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ മാറിയിട്ട് മറ്റേതെങ്കിലും ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ആയിരിക്കും പിന്നീട് നമുക്ക് നമ്മുടെ ബ്രൗസറുകളിൽ കാണാൻ സാധിക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ക്രാക്ഡ് സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ടെങ്കിൽ മാൽവെയർ ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും രീതിയിലുള്ള മാൽവെയർ ഉണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾ സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഫയലുകൾ നമുക്ക് സിപ്പ് ഫയൽ ഫോർമാറ്റിലായിരിക്കും ലഭിക്കുക. സിപ്പ് ഫയലിൽ ഒന്നിലധികം ഫയലുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഫയലുകൾ ഒരു സിപ്പ് ഫോൾഡറിൽ കാണും. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഫയലുകൾ കാണും. പലപ്പോഴും നമുക്ക് സിപ്പ് ഫയലുകൾ ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിനുശേഷം ആ സിപ്പ് ഫയലിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ 1-2 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിപ്പ് ഫയൽ ഓപ്പൺ ആക്കാനും ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷനുകൾ കാണാം. നിങ്ങൾ അതിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് വരികയോ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റെപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് ഫോളോ ചെയ്യരുത്. ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് തന്നെ കളയുക. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. ക്രാക്ഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിലൂടെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡ്രൈവ് കറപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഫയലുകളോ ഒക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ ഇതേപോലെയുള്ള ക്രാക്ക് ഫയലുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡ്രൈവ് കറപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലുകളൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റകളൊക്കെ തന്നെ നഷ്ടപ്പെടും. എന്തായാലും ക്രാക്ക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിപ്പോൾ കമ്പ്യൂട്ടറിലായാലും മൊബൈലിലും പെയ്ഡ് വേർഷനിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ വേർഷനുകൾ ലഭിക്കും. അതൊക്കെ ക്രാക്ക് ആയിട്ടുള്ള APK ഫയലുകളായിരിക്കും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളോ ഫയലുകളോ ഒന്നും ഞാൻ ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇങ്ങനെയുള്ള ഫയലുകളിൽ ഏതെങ്കിലും മാലിഷ്യസ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ വ്യക്തി ഏത് ഉദ്ദേശത്തോടാണ് ആ ഫയൽ ക്രാക്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കോഡോ അങ്ങനെ ഒരു ഫയലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷനിലോ സോഫ്റ്റ്വെയറിലോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫയലുകളെയോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷനുകളെയോ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് ഒരു പ്രൈവസിയും ഒരു പ്രൊട്ടക്ഷനും ഒരു സേഫ്റ്റിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫയലുകൾ എൻ്റെ അഭിപ്രായത്തിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക. നമ്മളിങ്ങനെ ക്രാക്ക് ചെയ്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനുള്ള കാരണം പെയ്ഡ് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന്റെ അതേപോലെയുള്ള അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ക്രാക്ക് സോഫ്റ്റ്വെയറുകളിലേക്ക് പോകാതെ ഇരിക്കുന്നതായിരിക്കും സേഫ്റ്റി. എന്നിരുന്നാലും ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ അതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയത്തില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.